ഇനി ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൽ ഒരു ബ്ലൗസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ മാത്രമേ നെറ്റ് വേണ്ടൂ, ബാക്കൊക്കെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസും നമുക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേട്ടോ ഇത്. ബാക്ക് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. പാഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ടിൽ ഡബിൾ ലൈനിങ് ചെയ്യണം. അതായത് ആദ്യത്തെ ലെയറിൽ വേണം ഇതേപോലെ പാഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും ഒരു ലൈനിങ് ഇതേപോലെ തന്നെ ഈ പാഡ് കവർ ചെയ്യുന്ന രീതിയിലും കൂടെ ഡാട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് മുകളിലേക്ക് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ മെയിൻ ക്ലോത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ക്ലോത്തിൽ നമ്മൾ പ്രിൻസസ് കട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് സ്റ്റോണൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബ്ലൗസ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പം അതേപോലെ തന്നെ തുന്നി കൊടുക്കണം കേട്ടോ. മെറ്റീരിയലിൽ ഉണ്ടായിരുന്ന സ്കാലപ്പിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടാണ് ബ്ലൗസ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ.